പിക്കാർഡ്ലി ആഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഇൻദ്രി സിംഗിൾ മാൾട്ട് വിസ്കിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ബിസിനസ്സൊക്കെയാണ് ഇവരുടെ മെയിനായിട്ട് ഈ പറയുന്ന പോലെ എഥനോൾ അതുപോലെ തന്നെ ആൽക്കഹോളൊക്കെയാണ് ഇവരുടെ മെയിൻ പ്രൊഡക്ട്സ് ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ സ്ക്രീനറിൽ വന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇവരുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, ഇവരുടെ ബിസിനസ്സുകൾ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്കിവിടെ കിട്ടും. ഇത് 6800 കോടി ക്യാപിറ്റലുള്ള സ്റ്റോക്കിൻ്റെ പി വൈസ് നോക്കുന്ന അല്പം ഓവർ വാല്യൂഡ് ആണ് എന്ന തരത്തിലുള്ള ഇൻഡിക്കേഷൻ കൊണ്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ പി എ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരട്ടിയാണ് സ്റ്റോക്കിൻ്റെ പി ഇ നിൽക്കുന്നത്. പക്ഷേ ROE ഒക്കെ ഭേദപ്പെട്ട നല്ല നിലയിൽ തന്നെയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ 197 കോടിയാണ്. OPM ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ 23% എടുത്ത് ഏകദേശം വന്നിട്ടുണ്ട്. RSI ഏകദേശം ബുള്ളിഷിൽ തന്നെയാണ്. പ്രീവിയസ് ക്വാർട്ടറിലെ പ്രോഫിറ്റ് 18%, PEG റേഷ്യോ 1.1%, അതുപോലെ തന്നെ കറണ്ട് നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ 26 കോടി രൂപ അല്ലെങ്കിൽ 27 കോടിയിലേക്ക് അടുത്താണ്. ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുന്നത് അല്പം ഓവർ വാല്യൂഡാണ്. അതായത് പ്രൈസ് ഒരല്പം ബുക്ക് വാല്യൂവിനെക്കാട്ടിൽ നല്ല രീതിയിൽ കൂടി നിൽക്കുന്നതാണ്. ഇൻഡസ്ട്രിയൽ PB റേഷ്യോ എന്ന് പറയുന്നത് 3.41, ഏകദേശം ഇരട്ടി, 3 ഇരട്ടിയോളം ഏകദേശം വരുന്നുണ്ട്. മീൻസ് 2.5 ഇരട്ടി 2.25 ഇരട്ടിയോളം ഏകദേശം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലഡ്ജ് പെർസെൻറ്റേജ് 0ആണ്. പ്രൊമോട്ടേഴ്സ് 68% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സെയിൽസ് ഗ്രോത്ത് 4%, അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 7% ആണ് നിലവിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വരാൻ നേരത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓവർ വാല്യൂഡ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം ഇതാണ്. ഇതിൻ്റെ EPS കൂടുന്നതിനൊപ്പം തന്നെ ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ കൂടുന്നുണ്ട്. 5 വർഷത്തെ മീഡിയം PE എന്ന് പറയുന്നത് 22.9, ഇല്ലെങ്കിൽ 23 അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഏകദേശം 61 പോയിൻ്റാണ് ഇപ്പം PE നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് EPSും അതുപോലെ തന്നെ PE റേഷ്യോ വെച്ച് നോക്കുന്നിടത്ത് ഓവർ വാല്യൂഡ് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിൽ ഇതിൻ്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് 42 കോടി രൂപ, 23% ആയിരുന്നു. ജൂൺ 2025 വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്പം ചെറിയൊരു കുറവ് വന്ന്, എന്നാൽ പെർസെൻറ്റേജിൽ അതിൻ്റെ ഏകദേശം ഒരു 4-5% വ്യത്യാസമോടെ കാണിക്കുന്നുണ്ട്. പക്ഷേ സെപ്റ്റംബർ 2025 വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നേരെ കൂടുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പെർസെൻറ്റേജും കൂടി. അതുപോലെ തന്നെ അതർ ഇൻകം കഴിഞ്ഞ ക്വാർട്ടറിനെ വെച്ചും പ്രീവിയസ് ഇയറിലെ ക്വാർട്ടറിനെ വെച്ച് നോക്കിയും അതർ ഇൻകം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ EPS വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 2.61 ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് വന്നപ്പോൾ 2.71 കാണിക്കുന്നത്. ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള PE റേഷ്യോ, അതുപോലെ EPSും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും എല്ലാം ഏകദേശം സെയിം ടൈപ്പിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു പോസിറ്റീവ് എന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഇതൊരു മൈനസിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താണ് ഡിക്ലൈൻഡ് ആകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റേബിളായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഇൻക്രീസ് ആകുന്നതോ നല്ല ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. സെയിൽസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് കൃത്യമായിട്ട് ഓരോ വർഷങ്ങളും കൂടുന്നതായിട്ട് നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലും കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും കൂടുന്നത്. TGM ആണെങ്കിൽ തന്നെ ഈ വർഷം 197 കോടി രൂപ, അതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് 23% ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ റിസർവിലേക്ക് വന്നാൽ റിസർവ് ഓരോ വർഷം കഴിയുന്നതോറും റിസർവ് കൃത്യമായിട്ട് കൂടുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ക്യാഷ് ഫ്ലോ വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് കുറവാണ്. ഇത് ശരിക്കും ഒരു നെഗറ്റീവായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. എങ്കിൽ പോലും പ്രീവിയസ് ഇയറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെച്ചപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സെയിൽസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ഗ്രോയിങ് പൊസിഷൻ നിൽക്കുന്നതുകൊണ്ട് ഇത് ഈ വരുന്ന വർഷങ്ങൾ അല്ലെങ്കിൽ വരുന്ന ഇയർ എൻഡിൽ അത് മെച്ചപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളത് അടുത്ത ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റോക്ക് കുറച്ചിട്ടുണ്ട്, എന്നാൽ FFI കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കും കൂട്ടിയിട്ടുണ്ട്. ഈ 3 പേരും കൂട്ടിയിരിക്കുന്നത്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പബ്ലിക്കും കൂട്ടിയിരിക്കുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള സ്റ്റോക്കാണ് എടുത്തിട്ട് പോയിരിക്കുന്നത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അല്പം ഓവർ വാല്യൂഡ് ആണ് എങ്കിൽ പോലും സെയിൽസ് ഗ്രോത്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റുകളും കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ശുഭപ്രതീക്ഷയുണ്ട്. പക്ഷേ ഓവർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് എന്നത് ഒരു അത്യാവശ്യം പരിഗണിക്കേണ്ട ഘടകം തന്നെയാണെങ്കിൽ പോലും ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് നേരെ ഇതിൻ്റെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് NSEയിലെ ചാർട്ടാണ്. ഈ സ്റ്റോക്കിന് BSEയിലാണ് ആദ്യം
ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെയാണ് NSE കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-8 മാസം, ഒരു വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ NSE രജിസ്റ്റർ ചെയ്തിട്ട്, സോ മീൻസ് ലിസ്റ്റ് ചെയ്തിട്ട്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ് ജൂലൈ മാസത്തിന് ശേഷം ഒരു നല്ല അപ്വേർഡ് നല്ലൊരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷം വീണ്ടും താഴെ വന്നൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകമല്ല, ഒരു സൂക്ഷ്മമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നേരെ മുകളിൽ ഒരു ഹൈ ഉണ്ടാക്കി, തൊട്ട് താഴെ ലോ കട്ട് ചെയ്ത് താഴെയായിട്ട് ഇറങ്ങിയിട്ടില്ല, അവിടെ വന്നൊരു ലോ ഉണ്ടാക്കി, വീണ്ടും റീസെൻ്റ് ഹൈയെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി, അതിനുശേഷം വീണ്ടും താഴെ വന്ന് ലോ എടുത്തു, അതിനുശേഷം വീണ്ടും അതിന് മുകളിലേക്ക് വീണ്ടും ഒരു ഹൈ ഇവിടുന്ന് ഉണ്ടാക്കി, അതിനുശേഷം തൊട്ട് താഴെ ഉണ്ടാക്കിയിരിക്കുന്ന റീസെൻ്റ് ലോയെ ബ്രേക്ക് ചെയ്യുക, താഴേക്ക് പോയിട്ടില്ല. എന്നാൽ അത് നിലവിൽ മീൻസ് ഇപ്പോഴത്തെ ഈ ഒരു പൊസിഷനിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് മുകളിലേക്ക് പോകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ എനിക്ക് നിലവിലുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കും. എന്തായാലും ഇതൊരു ഹയർ ഹൈ ഹയർ ലോ ആ ഒരു ഫോർമേഷനാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം കൂടി പരിഗണിച്ചതിന് ശേഷം ഒരു എൻട്രിക്കായിട്ട് ശ്രമിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 12-13% റീസെൻ്റാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈയിലേക്ക് നമുക്കൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു ചാർട്ടിനെ ഫിബോനാച്ചി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ റീസെൻ്റ് ഹൈയിൽ നിന്ന് റീസെൻ്റ് ലോയിലേക്ക് നമ്മളെടുത്തൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ 6185 എന്ന് പറയുന്ന ഒരു ഗോൾഡൻ സോണായിട്ടൊക്കെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഈ ഗോൾഡൻ സോണിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് ഒരു ഓളിയത്തോടു കൂടിയിട്ട് ഒരു ക്യാൻഡിൽ നമുക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി പോയിൻ്റായിട്ട് സാധാരണ ഇത് കണക്കാക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഒരു കോൺഫിഡൻസോടുകൂടി ഈ ഒരു ട്രേഡിൽ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കുക, ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, പരിഗണിക്കുക. താങ്ക് യു.